അപ്പോൾ നമ്മളെ അമ്മച്ചി പറയുന്നവര് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നത് എന്തിനാന്ന് വെച്ചാൽ, രണ്ട് മൊയ്തല് കോഴിക്കോട് സ്റ്റാൻഡ്, താമരശ്ശേരി സ്റ്റാൻഡ്, കൊയിലാണ്ടി സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ട്. അരുണിന്റെ ലീലാവിലാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്ന ബസ്സിലെ ബാബു എന്ന് പറയുന്നത് AC ബാബുവിനെ വിളിച്ച് എന്ന് പറഞ്ഞു. ബാബുവിനെ വിളിച്ചതൊക്കെയോ പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം പറഞ്ഞു എന്നതാണ് അവരുടെ കാരണം. അവരിങ്ങോട്ട് പറയുന്നതൊന്നും ഇടയില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഞങ്ങൾ ഇന്ന് താമരശ്ശേരി വരെ പോയിട്ടുണ്ടായിരുന്നു. താമരശ്ശേരി പോവാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, പ്രിയയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്ന സലീം. നമ്മൾ സ്റ്റേഷനിലല്ല പോയത്, നമ്മള് അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണ്. ഈ തൃശ്ശൂരും പിന്നെ തലശ്ശേരി ഒന്നും അഡ്വക്കേറ്റ് ഇല്ലായിട്ടാണ് ഇവര് താമരശ്ശേരി വന്നിട്ട് അഡ്വക്കേറ്റിനെ തപ്പിപ്പിടിച്ചത്. അതിനെ വന്നതാണെന്നാ പറയുന്നത്. അഡ്വക്കേറ്റ് കണ്ട് സംസാരിച്ചു. വലിയ വകുപ്പൊന്നല്ല ഇട്ടത്, 121. അപ്പോ പിന്നെ ഞങ്ങള് സാറിനെ വിളിച്ച് സംസാരിച്ചു. സാറിന് തിരിച്ചു ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ലെറ്റർ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങള് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചാട്ടെ. അതെ, നമ്മുടെ അരുണാചല പട്ടിത്തൊന്ന് അന്വേഷണത്തിന് നമ്മളൊന്ന് ഇറങ്ങി കൊയിലാണ്ടി ടൗണും കുറ്റ്യാടി ടൗണും അതുപോലെ തന്നെ കോഴിക്കോട് ടൗണും ഒക്കെ ഇറങ്ങി നമ്മൾ ഇവനെ പറ്റിയിട്ട് ഒരു അവലോകനം പോലെ പഠിച്ചു. ഒരു ദിവസം കൊണ്ട് ബസ്സിലാണ് ഇവർ ഇതൊക്കെ പോയത് കേട്ടോ. കുറ്റ്യാടി പോയി, താമരശ്ശേരി, കൊയിലാണ്ടി, കോഴിക്കോട്. കിലോമീറ്റർ താമരയുള്ളവർക്ക് മനസ്സിലാവില്ല എത്ര കിലോമീറ്റർ ഉണ്ട്. താമരശ്ശേരി ഉള്ളിലേക്ക് തന്നെ 10-20 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് കോഴിക്കോടേക്ക് 20. അല്ല, ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ട്. ആണോ? വീഡിയോ എടുത്ത ആള് വേറെ കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രൈവേഴ്സിനോടും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരോട്, അവിടെയുള്ള ഒരുപാട് ആൾക്കാരോട്, പിന്നെ അതേപോലെ തന്നെ ഇവനെ ആരാ ജോലിക്ക് എടുക്കുന്നത് എന്നുള്ളത്, അതായത് ഒരു ചാണക്യൻ ബസ്സിലെ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞാൽ ബസ്സിന്റെ പേരാണ്. ഞാൻ ഗൂഗിൾസിലും അജുവിലൊക്കെ പണിയെടുത്തിക്കും, അല്ലെങ്കിൽ ഒമേഗ പണിയെടുത്തിക്കും, എല്ലാത്തിലും പണിയെടുത്തിക്കും. പക്ഷെ ബസ്സിന്റെ അകത്ത് നിന്ന് ഞാൻ ആരെയും തോന്നിയാസം വിളിച്ച കേസോ കാര്യമൊന്നുമില്ല. ഇന്നെങ്ങോട്ട് വിളിച്ചതിന്റെ പേരിലാണ് ഈ അമ്മച്ചീനെ വരെ ഞാൻ തോന്നിയാസം വിളിച്ചത്. ഇനിയും വിളിക്കുമെന്ന് അതിന്റെ മോള. ഇവിടെ കണ്ട BJP എന്നൊക്കെ കണ്ട ആണുങ്ങൾക്ക് വെച്ചു കൊടുത്തിട്ട്, അതായത് പാർട്ടി പ്രവർത്തനം നടക്കുമ്പോൾ വെച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഓളെ ഈ ഒരു ഇത്. പിന്നെ വെച്ചാല് അമ്മച്ചി ഇപ്പൊ മച്ചീനെ കൂടി നടക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇഷ്ടക്കുറവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒഴിവാക്കിയത്. രാവണൻ ബസ്സിലെ ബാബു എന്ന് പറയുന്നത് അയാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. ഇവനെതിരെ പരാതി കൊടുത്തു. പരാതി കൊടുത്തത് വളരെ മോശമായിട്ട്, അതായത് എന്നെ, ശ്രീലേച്ചി, ഹരിത, അതുപോലെ തന്നെ പ്രിയ, ഇവരാ പിന്നെ ഉണ്ണി, മറ്റേ അവരുടെ പേര്, അവര് ഇത്രയും ആൾക്കാരെ വളരെ മോശമായിട്ട് പിന്നെ ഇവൻ യൂട്യൂബിൽ വന്നിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു നമ്മളിത് കാണുന്നുണ്ട്. ആണോ? യൂട്യൂബില് അതായത് സോഷ്യൽ മീഡിയയില് പ്രശ്നം ഉള്ളത് കൊണ്ട് ആണ് ഇവര് ഇന്ന ബസ് ഓണേഴ്സ് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് പണി പോക്കാം എന്നുള്ള രീതിയിൽ വന്നത്. ഈ പറയുന്ന ലസിത, പ്രിയ, പിന്നാരവരുടെ പേര് പറഞ്ഞിട്ട് ഹരിത, ഈ ശ്രീലെ, പിന്നെ ഹരിത, അതാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അഥവാ തെറി പറയുന്നുണ്ടെങ്കിലും അമ്മച്ചീനെയും മച്ചീനെയും മാത്രം. അത് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും എൻ്റെ വീട്ടുകാരെയും വേണ്ടാത്തതൊക്കെ പറയാനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പറയും, ഇനിയാണെ കണ്ടു വെച്ചാലും ഞാൻ പറയും. അയറ്റാ വലിയ മുന്തി ചരക്കൊന്നല്ല ഈ അമ്മച്ചി എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ അമ്മച്ചി ഉണ്ടാക്കിയത് പണ്ണാൻ പോയിട്ടാ. കണ്ടവർക്ക് വെച്ചു കൊടുത്തിട്ടും കണ്ടവർക്ക് മുതലാക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു സാധനമാണ് ഈ അമ്മച്ചി. നോക്കിക്കോ. പക്ഷെ ഈ ബസിന്റെ ഏഴായിരത്ത് പോലും ഇവനെ അടുപ്പിക്കാറില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഏഴായിരത്ത് പോലും അടുപ്പിക്കുന്നില്ല. കാവെടുത്ത കള്ളത്രേ പറയുന്നുള്ളൊരു ഉദാഹരണമാണ് അത്. കുറ്റിയാടി കോഴിക്കോട് ഞാൻ ഇപ്പൊ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 15 കൊല്ലമായി. അതിപ്പോ ഒരുവിധം എല്ലാവർക്കും അറിയാം. പിന്നെ KSRTC പണി നോക്കിയത് ഇവളെ അച്ഛനാണ് നായിന്റെ മോള് പറയുന്നത്. ഇവിടെ തോന്നിയാസല്ലാണ് എന്താ പറയേണ്ടത്? ഇവിടെ എന്തൊക്കെ പറയണ്ട ഓരോരുത്തരെ പറ്റി. അപ്പൊ ഇവിടെ തോന്നിയാസല്ല പറയേണ്ടത് ശരിക്കും. ഇനിയിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതൊന്നും അറിയില്ല. നമ്മൾ അജുവ ബസ് പിന്നെ ചാണക്യൻ അത് കാണുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് പൈസ ഇവിടെ കയ്യിൽ നല്ലോണം ഉണ്ട്.
പിന്നെ അടുപ്പിക്കലേ ഇല്ലാന്നാണ് പറഞ്ഞത്. കേസ് കൊടുക്കുന്നതുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞതാണോ എന്ന് അറിയില്ല. ആണോ വിഷയം മാറ്റി എന്റെ നാട്ടിൽ വരെ പോയി എന്റെ കേസ് കൊടുക്കുന്ന പേടിച്ചിട്ടാണോ അവരെ അങ്ങനെ പറഞ്ഞത്? ഇവർക്ക് പറയാൻ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വീഡിയോ നമ്മളൊക്കെ അങ്ങനെയാണ്. 10-40 കേസുകളുണ്ട്, പാർട്ടി കേസാണ്. എന്നിട്ട് നമുക്ക് പാർട്ടി കേസ് ഉണ്ടാവും, മറ്റേ കേസ് ഉണ്ടാവില്ല. കാരണം ഈ അമ്മച്ചിക്ക് പാർട്ടി കേസ് മാത്രമേ ഉണ്ടാവൂ. മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ അമ്മച്ചിന്റെ ശരീരം തന്നെ ഉണ്ടല്ലോ. ആ ശരീരം വെച്ചിട്ട് അമ്മച്ചി അങ്ങ് ഒതുക്കിക്കാണു. അതാണ് ഈ അമ്മച്ചിനോട് ഒരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലൈവില് വന്ന് ചോദിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഞാൻ ബൈജു മുരുകനെ ഇതാക്കിയിട്ട് ഞാൻ വരാം പാലക്കാട്, എനിക്കൊരു വീടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാന്ന് ഈ അമ്മച്ചി പറഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് തപ്പി നോക്കി അറിയാം. വിത്ത് സ്ക്രീൻഷോട്ട് വരെ വെച്ചിട്ട് രസിത പാലക്കൽ 2.0 എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് അമ്മച്ചിയുടെ ഫോട്ടോ വരെ ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വരെ അമ്മച്ചി എടുത്തൊരു പോസ്റ്റ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇതിൽ എത്രത്തോളം അമ്മച്ചിയുടെ ഇതുണ്ട് എന്ന്. അതേമാതിരി ഞാൻ വേറൊന്നും കൂടി ഞാൻ അയച്ചു തരാം, അല്ല കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ നോക്കുമോനെ? ഇത് കാണുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കട്ടോ എല്ലാവരും. ക്ലിയർ ആകുന്നുണ്ട് ഇല്ലേ? വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം. നടന്നോ മതി, പിന്നെ കാണിക്കും. നീയും അരുണും, അതായത് ബൈജു മുരുകൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ വീഡിയോ അല്ല യൂട്യൂബിൻ്റെ ഇതാണ് കേട്ടോ. ഫോട്ടോ ക്ലിയർ അല്ല. ഇതൊന്നുകൂടി ഫോട്ടോയിൽ കണ്ടല്ലോ ഒരു മൊട്ടത്തലയിലും വേറൊരാൾ ഇപ്പുറത്തും. ഫോട്ടോ ആരതാന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നീയും അരുണും ആയിട്ടുള്ള പല വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ട്. അത് ഫേസ്ബുക്കിൽ ഏറെ കണ്ടതിൽ മര്യാദയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും പറയുന്ന സ്ഥലത്ത് വന്ന് 55,000 രൂപ നമുക്ക് തരണം. അതായത് ബൈജു മുരുകൻ ഒഫീഷ്യലിൽ ഇട്ട ഇതാണ്. അതായത് അമ്മച്ചിയും അമ്മച്ചീൻ്റെ ഭർത്താവും കൂടി ഇട്ട വീഡിയോ. അത് കമൻറ്റാ. അമ്മച്ചീൻ്റെ ഫോട്ടോ വരെ കണ്ടല്ലോ. ഒന്നുകൂടി ഉണ്ട് ബൈജു മുരുകൻ ഒഫീഷ്യൽ, ഇതേ സെയിം അക്കൗണ്ട് തന്നെ. 55,000 രൂപ കൊണ്ട് പാലക്കാട് എവിടെ വേണമെന്ന് ഞാൻ പറയാം. ഇതൊരു ഭീഷണിയാണ്. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തുണി പൊക്കി കാണിക്കും. എൻ്റെ ഭാര്യയും അത് വേണ്ടല്ലോ, മര്യാദയ്ക്ക് പൈസ താ. അതാ കണ്ടല്ലോ ഗായ്സ്, എല്ലാവരും ഒന്ന് കറക്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന ഞാൻ നല്ലവനാണ് ചീത്തയാണ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ അമ്മച്ചി ഏറെക്കുറെ കുറെ വയ്യ നടന്നു നോക്കി പൈസ കിട്ടാനും താക്കാനൊക്കെ സ്കാനർ വരെ അടിച്ച് തന്നിട്ടുണ്ട്. ഈ താക്കി തന്നിട്ട് ഒഴിവാക്കിക്കോ, ഞാൻ എൻ്റെ പേരിൽ ഒന്നും എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കാനർ ഫോട്ടോ കാണിക്ക്, പല ഇതും അയച്ചാൽ നിൽക്കി. സ്കാനർ അയച്ചു വന്നിട്ട് ഞാൻ എൻ്റെ വയ്യ കച്ചറയ്ക്ക് നിൽക്കൂല, എനിക്ക് ഇത്ര പൈസ കിട്ടിയാൽ മതി, ഞാൻ എന്നെ ഒഴിവാക്കിക്കോളാം, പിന്നെ എൻ്റെ പേരിൽ ഞാൻ ഒന്നും പറയാനോ താക്കാനോ നിൽക്കൂല എന്ന് പല രീതിയിലും വന്ന് എല്ലാം, അതായത് എല്ലാ വഴിയും അടഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ കോഴിക്കോട് സ്റ്റാൻഡിൽ വന്ന് ഇൻഫർമേഷനിലും അപ്പൊ ഇൻഫർമേഷനിൽ വന്നിട്ടും കോഴിക്കോട് സ്റ്റാൻഡിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കും കാര്യമൊക്കെ ചെയ്തത്. എന്നെ പറ്റി പറയാൻ മാത്രം ഞാൻ ബസ് പോകുമ്പോൾ ഒരാളോട് ഞാൻ തോന്നിയാസം പറഞ്ഞിട്ടില്ല, നാട്ടിൽ ഞാൻ ആരെയും തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ടില്ല. ഈ എന്തുകൊണ്ട് ഈ ഒരു അമ്മച്ചീനെ മാത്രം ഞാൻ തോന്നിയാസം പറഞ്ഞു, അല്ലെ ആ മച്ചി എന്ന് പറയുന്ന ആ നായിന്റെ മോളെ മാത്രം ഞാൻ തോന്നിയാസം പറഞ്ഞു. ഇവർ ഇങ്ങോട്ട്, അതായത് നമ്മളെ ഇങ്ങോട്ട് എന്ത് പ്രതികരിക്കുന്നോ അതേ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ബസ്സിലെ പണി പോയാൽ എനിക്ക് വേറെ പണി അറിയാം, പിന്നെ ബസ്സിലെ പണിയൊന്നും പോക്കാൻ ആർക്കും ആവൂല മോളെ. കാരണം ഞാൻ ബസ്സിൻ്റെ അകത്തുനിന്ന് ഒരു തോന്നിയാസം ഞാൻ കളിച്ചിട്ടില്ല. ഈ മോളിപ്പോ പറഞ്ഞ ബാബു എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചാൽ മതി. 10-15 കൊല്ലം ഞാൻ മൂപ്പറ കൂടാ വന്നതും ഇതാക്കിയതൊക്കെ മൂപ്പറ കൂടിയാ. ആ ബാബു എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു നോക്കി, ഞാൻ എന്തെങ്കിലും ഒരു സ്ത്രീ വിഷയത്തിൽ ബസ്സിന്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കിക്കോന്ന്. ക്ലീനറായിട്ടും കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും പോയി. പിന്നെ മോള് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതല്ലാണ്ട് എന്റെ പേരും പറഞ്ഞിട്ട് ആരും നിൽക്കില്ല. മോള് ധൈര്യത്തിൽ വീഡിയോ ഇട്ടോ. പിന്നെ ബസ് ഓണേഴ്സ് പോയിട്ട് അങ്ങ് ഇരിഞ്ഞാളാന്നുള്ളൊരു വിചാരം അത് മോക്ക് വേണ്ട. ബസ് ഓണേഴ്സിലുള്ളവരും പൊട്ടന്മാരൊന്നല്ല. ഓർക്കറിയാം ബസ്സിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഓക്കെ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട അമ്മച്ചീനെ നായിന്റെ മോളെന്ന് വിളിച്ചരും, ഈ അമ്മച്ചീനെ മറ്റോളെന്ന് വിളിച്ചരും, ഈ അമ്മച്ചി കണ്ടോന് വെച്ചു കൊടുത്തതാന്ന് പറഞ്ഞാലും എനിക്ക് ഒരു തെറ്റും തോന്നിക്കില്ല. ഉള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല പ്രാവശ്യം എന്റെ അമ്മച്ചിയെ BJP പ്രവർത്തകർ എന്നെ അമ്മച്ചീനെ പല ലോഡ്ജിലും കൊണ്ടുപോയിക്കല്ലേ. കല്യാണപ്പുരന്ന് മാല അടിച്ചു പോയത്, ഫോൺ ഹാക്ക് ചെയ്തത്, ഒരാളോട് പൈസ വാങ്ങി തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അവർക്ക് കിടന്നു കൊടുത്തത്. പിന്നെ ഏതോ ഒരു ചെങ്ങായി
അമ്മച്ചീന ഏടുന്നോ കണ്ടെന്നും പറഞ്ഞിട്ട് ഓന ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ അത് ഇതിന് മുമ്പ് വൈറലായ ഒരു സംഭവമാണ്. അത് ഞാൻ നോക്കട്ടെ. അത് ഗായ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇതിൽ കാണൊക്കെ ഉണ്ട് അമ്മച്ചീന്റെ വീഡിയോ. ഗായ്സ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടോ, ഞാൻ അതൊന്ന് തപ്പിക്കാട്ടെ. അത് എവിടെയോ ഉണ്ട്. അത് ഷോർട്സ് ആണോ വീഡിയോ ആണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വീഡിയോ കിട്ടാനാ ഒരു കാര്യം കാണിച്ചിട്ട് ലീലാവിലാസങ്ങൾ കുളിസീൻ കാണുന്നില്ലേ? അമ്മച്ചീനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓരോ വീട്ടിൽ കയറിയിട്ട് കച്ചറ ഉണ്ടാക്കുക, അത് പുറത്ത് വരാതിരിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് അമ്മച്ചീന്റെ വിചാരങ്ങൾ. ഈ അമ്മച്ചീന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കണ്ടോര് കേറി മേഞ്ഞ് നടന്ന ഒരു സാധനമാണ് ഈ അമ്മച്ചി. അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ അടുത്ത് വരെ ഞാൻ കണ്ടതാണത്. പക്ഷെ അത് ഇപ്പം ഞാൻ ഇതിൽ കാണുന്നില്ല. ഫസ്റ്റ് മാരേജിന്റെ സമയത്താട്ടോ. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ അമ്മച്ചീനെ മാത്രം നോക്കിയാലും നിനക്ക് നല്ല കുണ്ടിതപ്പെടുന്ന കഥകൾ കേൾക്കാം. ഇത് ലസുവിന് മാത്രം വേണ്ടിയാണ്. ലസിത പാലയ്ക്കൽ നല്ല ഡബിൾ സ്ട്രോങ് കാപ്പിയും 2 വടയും എടുക്കട്ടെ. കണ്ടോ, ഇതൊക്കെ ഫേസ്ബുക്കിൽ വരുന്ന കമന്റ്സ് ആട്ടോ. ഇവിടെ ലീലാവിലസങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടല്ലോ ഞങ്ങള്. ഞാൻ ഇട്ടതല്ല, വേറെ ആരോ ഇട്ടതാണ്. ഇത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ അമ്മച്ചി എത്രത്തോളം നല്ല ആളാണെന്ന്. ഉണ്ടാ എന്തൊരു ജന്മം, തനി സ്വഭാവം ഇതാണെന്ന് അറിയില്ലായിരുന്നു. ഭർത്താവിനെ കൊന്ന കേസിൽ അറസ്റ്റിലായ BJP നേതാവ് മിനി നമ്പ്യാർക്കെതിരെ ലസിത പാലയ്ക്കൽ. കണ്ടോ, അപ്പൊ തെളിവുകൾ ഇങ്ങനെ വെണ്ടയ്ക്ക് അക്ഷരത്തില് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായതിനു പിന്നാലെ ആ വിവാദം ഇപ്പോ BJPക്കകത്ത് വെടിപ്പുരയ്ക്ക് തീ പിടിച്ചൊരവസ്ഥയാണ്. എന്താണെന്നല്ലേ, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം കാണാനിടയായി. സംഗിണി മിനി നമ്പ്യാരുടെ അവിഹിതം, ആ അവിഹിതത്തെ തുടർന്ന് സ്വന്തം ഭർത്താവിനെ കാമുകനെ കൊണ്ട് വെടിവെപ്പിച്ച് കൊല്ലിച്ചു. അതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് നടന്നത്. അതിന് പിന്നാലെ മിനി നമ്പ്യാരുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ കൂടി പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അതെടുത്തിട്ട് അലക്കും. അങ്ങനെ അലക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതും മിനി നമ്പ്യാരുടെ സുഹൃത്തായിട്ടുള്ള ലസിത പാലയ്ക്കലിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നത്. ആ പ്രതികരണം കേൾക്കുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്നുള്ള സതീശന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ വളരെ മോശവും മ്ലേച്ഛകരവുമായ രീതിയിൽ പ്രതികരിക്കുന്ന ലസിതയ്ക്ക് തന്റെ നേരെ ആരോപണങ്ങൾ വന്നപ്പോ പൊള്ളിയല്ലോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോ കണ്ടല്ലോ, തന്റെ നേരെ ആക്രമണം വന്നപ്പോ പൊള്ളിയല്ലോ എന്ന്. ഇതാണ് ഇവിടെ നടന്നത്. കാരണം ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിരന്തരം ഞാൻ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും, അവൾ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ്. അതിൽ അവസാനം ഒരു ഫൈറ്റിനും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നാട്ടിൽ വന്ന് കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കാം. അതാണ് ഈ അമ്മച്ചി ചെയ്യുന്നത്. ഒരു മാനസിക പരിഗണനയില്ലേ? രാഷ്ട്രീയം എന്തോ ആവട്ടെ, രാഷ്ട്രീയത്തിന്റെ പേരല്ല ഇത്. എല്ലാവർക്കും ആ കൊലപാതകം എങ്ങനെയാണ്, എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയണം. അതുകൊണ്ട് ആ പറഞ്ഞ എന്ത് വിവരക്കേടാ. ഒരു കൊലപാതകം ചെയ്തിട്ട് അതെന്തിനു വേണ്ടി ചെയ്തു എന്ന് അറിയണമെന്ന്. ഒരു കൊലപാതകം ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അതെന്തിനു ചെയ്തെന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവർ അറിയണം എന്നാണ് പറയുന്നത്. അത്രയ്ക്കുണ്ട് വിവരം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിട്ട് എനിക്കതാ മനസ്സിലാവാത്തത്. കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് തെരഞ്ഞെടുക്കുമ്പോ ഞാൻ ഒരു ചക്കയോ അല്ലെങ്കിൽ മാങ്ങയോ വാങ്ങുന്നത് പോലെ ഈ നാട്ടിൽ നടക്കുമ്പോ നമസ്കാരം എമ്പുരാൻ സിനിമ കണ്ടോ? ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. അത് മനസ്സിലാവാത്ത ചില ആൾക്കാർക്ക് യൂട്യൂബ് രാവിലെ പറയും. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. അപ്പൊ കുറച്ച് ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ. എന്നിട്ട് മഹാ തല്ലിപ്പൊളിയാണെന്നാണ് അഭിപ്രായത്തിൽ വന്നത്. ഏടാ രാജപ്പാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകൂലേ എന്നുള്ള ഒരു ഇതിലാണ് ഞാനുള്ളത്. ഗോദ്രയില് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് പിന്നെ തനിയെ തീപിടിച്ചതല്ല. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചാരവൃത്തിക്ക് പിടിയിൽ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്.
മൽഹോത്ര വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിലും പങ്കെടുക്കും. അപ്പൊ മനസ്സിലായില്ല, എല്ലാം ഫ്രോഡാണ്. ഇവിടെ നടക്കുന്നതും നാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ പക്കാ ഫ്രോഡ് തരം. ഓക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പല രീതിയിലുള്ള ഇതൊന്നല്ല ഇട്ടല്ലോ, ഇതിപ്പോ ഫോണിൽ വന്ന തെളിവ് മാത്രം. അല്ലാണ്ട് ഇവള് പോയി കേറി മേഞ്ഞ ആൾക്കാരുടെ എണ്ണം ലിസ്റ്റാണ്. ഇവക്കിപ്പം ഇന്ന ഒന്നും ചെയ്യാനാവുന്നില്ല. ഇനി ഒന്നും ചെയ്യാത്തിടത്തോളം ഇവളെ മനസ്സിലെന്താണ്, ഇന്ന എങ്ങനെയെങ്കിലും ജോലി ഇല്ലാതാക്കണം, ഒരു പണി ഇല്ലാത്ത രീതിയിലാക്കണം എന്നാണ് ഈ ഡാഷ് മോൾ വിചാരിച്ചത്. ഇവളെങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല. ഇവളെ തന്തയല്ല എൻ്റെ മുതലാളി. ഇവളെ അച്ഛനാണ് എൻ്റെ മുതലാളിയെങ്കിലും വിചാരിക്കാനും. പക്ഷെ അയാൾ അന്തസ്സുള്ള ഒരാളാട്ടോ. അയാൾക്ക് ഒരു പെണ്ണ് വന്നപ്പോൾ ഇവളെ ഏകദേശം ഹിസ്റ്ററി മനസ്സിലാക്കി പക്കാ ഫ്രോഡാന്ന്. അത് ഇവള് മാത്രമല്ല, ഒരു എല്ലാവരും പറഞ്ഞു. ഇവിടുന്ന് കോഴിക്കോട് ഇൻഫർമേഷൻ സെന്ററിൽ പോയി, നടക്കാവ് ഓണേഴ്സ് പോയി, അവിടെയൊക്കെ പോയിട്ട് നമ്മളെ പറ്റി അങ്ങ് ഉണ്ടാക്കി വിട്ട് നമ്മളെ വിചാരിന്റെ പണി അങ്ങ് തെറിച്ചു വന്നു. എടി തന്തയ്ക്ക് 2 പ്രാവശ്യം ഉണ്ടായ മോളെ, സ്വന്തം അമ്മയ്ക്ക് അല്ലെങ്കിലും കണ്ടവന് വെച്ചു കൊടുത്തിട്ടുണ്ടായ മോളെ, മോള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോളെ തന്തയല്ല എൻ്റെ തന്ത. ഇനിയിപ്പോൾ അഥവാ ഇനി വിചാരിച്ചിപ്പോൾ ബസ്സിൽ പണി പോയാലും ആരും ഒരു മറ്റേതുമില്ല. അസലായിട്ട് വേറെ പണിക്ക് പോകും. മനസ്സിലായോ? ഡ്രൈവിംഗ് അറിയുന്നിടത്തോളം കാലം ആരും എവിടെയെങ്കിലും പോയി ജീവിക്കും, നാട്ടിൽ തന്നെ ജീവിക്കും, എവിടെയും പോകണ്ട. അതുകൊണ്ട് മോളിനിപ്പോൾ താഴെയുള്ളത് പഠിച്ചിട്ട് ആണുങ്ങൾ ഇട്ട് വന്നിട്ട് ചെയ്താലും ആരുണ്ടൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് മോള് മച്ചീനെയും കൂട്ടിയിട്ട് നടക്കാനുള്ളതും ചെയ്യാനുള്ളതും സംഭവിക്കും. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ നടന്ന് വലിച്ച് വാരി ഇട്ടിട്ട് നടക്കാത്തതിനെ കൊണ്ട് ഇപ്പം നേരിട്ട് ഇറങ്ങിയല്ലേ, എന്നെ കൊണ്ട് കൂഞ്ഞാവൂല. ഇനി തനി വേശിയാന്നുള്ളത് എനിക്കറിയാം. ഇനി കൂട്ട് പിടിച്ചത് മറ്റൊരു വേശീന. അപ്പൊ 2 വേശിയും കൂടി ഒരു കാര്യം ചെയ്യും, രാത്രി 9 മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി നല്ല അസലാണുങ്ങൾ ഉണ്ടാവും. ഒരിടത്ത് അങ്ങ് കയറി തീർത്താള് കാമം. ഒരു ലൈവിൽ ഇട്ടതാണല്ലോ, അരുണെ പോര് ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഞാൻ പാലക്കാടേക്ക് വരാം, പാലക്കാട് വീട്ടിൽ വെച്ചിരുമ്പോൾ കാണാന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിക്കല്ലേ. അത് ആർക്ക് വേണേൽ തപ്പി നോക്കാം. ലൈവിൽ വന്നിട്ടുണ്ട്, ലൈവിൽ വന്ന് മെസ്സേജ് അയച്ച കാര്യമാണത്. അപ്പൊ ഗായ്സ്, എൻ്റെ തെറ്റുകാരൻ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിരിക്കില്ല. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ കുറച്ച് സബ്സ്ക്രൈബർ ഉണ്ട്, അവരോട് മാത്രം പറയാനുള്ളതാണ്. ഞാൻ ബസ്സിൽ പോകാൻ തുടങ്ങിയ കാലം തൊട്ട് ബസ്സിലുള്ള ഒരാളെ ഞാൻ തോന്നിയാസം പറഞ്ഞിരിക്കലും കാര്യമില്ല. അപ്പൊ ഈ അമ്മച്ചീനെയും ഈ മച്ചീനെയും തോന്നിയാസം പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഒരു പേരിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇപ്പോൾ ഒരാൾ ഒരു വൃത്തിയായിട്ട് വീഡിയോ കണ്ടു വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് പുറത്താക്കാറ് നടക്കാത്ത കാര്യമാണ്. ഒന്നൂറ് വിരലിട്ട് അങ്ങ് തൂറിക്കാണ്. അതായി മോക്ക് നന്നാകുക. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്, ബൈ ഗൈസ്.